എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആദ്യം vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വേക്കൻസി ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അതായത് വേക്കൻസി ലിസ്റ്റിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വേക്കൻസി ലിസ്റ്റിലല്ല, അപ്പോൾ ജസ്റ്റ് ആ ഒരു വേക്കൻസി ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഏത് ജില്ലയിലെ വേക്കൻസിയാണോ അറിയേണ്ടത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. ഗെറ്റ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു സ്കൂളിൽ ഏതൊക്കെ കോഴ്സുകൾക്കാണ് വേക്കൻസി ഉള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ചില സ്കൂളുകളിൽ 0 വേക്കൻസി ഉണ്ട് എങ്കിൽ കൂടി ആ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻ കൊടുക്കാം. കാരണം ആ ഒരു സീറ്റിൽ നിന്ന് ഏതെങ്കിലും വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ വാങ്ങിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടേക്ക് അഡ്മിഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള സീറ്റുകളിലേക്ക് ഈ ഒരു രീതിയിൽ ജില്ല നോക്കിക്കൊണ്ട് വേക്കൻസി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ ഇൻസ്ട്രക്ഷൻസ് ടു സ്റ്റുഡൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളത് ഓരോ സ്കൂളിലും നിലവിലുള്ള ഒഴിവുകളുടെ എണ്ണം HTTPS അതായത് VHSCAP വെബ്സൈറ്റിൽ അഡ്മിഷൻ വെബ്സൈറ്റിലെ വേക്കൻസി എന്ന ലിസ്റ്റിൽ അതെന്ന ലിങ്കിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഹയർ സെക്കൻഡറി അത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റിൽ സ്ഥിരപ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കാണ് ട്രാൻസ്ഫർ അപേക്ഷിക്കാനുള്ള അവസരം. വിഭിന്നശേഷി വിഭാഗത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടികൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാൻ പറ്റില്ല. ട്രാൻസ്ഫർ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലെ ഏതെങ്കിലും കോഴ്സിലേക്കോ അതേ സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്കോ മാറ്റത്തിന് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുന്ന സ്കൂൾ അല്ലെങ്കിൽ കോഴ്സിൽ ഒഴിവുകൾ ഇല്ലെങ്കിലും ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ VHSCAP വെബ്സൈറ്റിലൂടെ നിങ്ങൾ ഈ ഒരു മുഖ്യഘട്ട അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിച്ച സമയത്ത് ഉപയോഗിച്ച യൂസർ ഐ ഡി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറാണ്. അതുപോലെ തന്നെ പാസ്വേഡ് എന്നിവ നൽകി ക്യാൻഡിൽ ലോഗിൻ ചെയ്ത ശേഷം ആവശ്യമായിട്ടുള്ള ഓപ്ഷനുകൾ ചേർത്ത് അപേക്ഷ കൺഫേം ചെയ്യണം. അപ്പോൾ ലഭിക്കുന്ന PDF രൂപത്തിലുള്ള അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടിൽ അപേക്ഷകനും രക്ഷിതാവും ഒപ്പുവെച്ച് നിലവിൽ പ്രവേശനം നേടിയ സ്കൂളിലെ പ്രിൻസിപ്പാളിന് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ട്രാൻസ്ഫർ അപേക്ഷ സമർപ്പിച്ച് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ ട്രാൻസ്ഫർ ലഭിച്ച സ്കൂളിൽ അല്ലെങ്കിൽ കോഴ്സിലേക്ക് അഡ്മിഷൻ നേടേണ്ടതാണ്. ട്രാൻസ്ഫറിനുള്ള അപേക്ഷ വിദ്യാർത്ഥികൾക്ക് ജൂൺ 20 വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഇവിടെ ക്യാൻഡിൽ ലോഗിൻ ഫോർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പർ നൽകുക, പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് സെഷൻ കാണാം. അത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവിടെ റിന്യൂ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് അത് റിന്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് അത് മനസ്സിലാവുന്നത് അത് കൃത്യമായിട്ട് ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് മറന്നുപോയവർ ഫോർഗോട്ട് പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്യുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്ലൈ ഫോർ ട്രാൻസ്ഫർ എന്നുള്ള ലിങ്ക് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട സ്കൂൾ കോഴ്സ് എന്നിവ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓപ്ഷനുകൾ കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകളൊക്കെ കൊടുത്ത് സബ്മിറ്റ് ചെയ്യും മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളിലേക്ക് തന്നെയാണ് ഓപ്ഷൻ കൊടുത്തത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. കാരണം ഫൈനൽ കൺഫർമേഷൻ ചെയ്താൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകൾ തന്നെയാണ് കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് കൺഫർമേഷൻ ചെയ്ത് നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിന് കൊടുക്കുക. അതിൽ പ്രിൻസിപ്പാളിന് കൊടുക്കുന്ന മുമ്പായിട്ട് ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവിനും ഒപ്പിടാനുള്ള ഭാഗമുണ്ട്. അത് കൃത്യമായിട്ട് അവിടെ നിങ്ങൾ സിഗ്നേച്ചർ ഇടുക. അതിനുശേഷം നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക. നിങ്ങൾക്കൊരു ജൂൺ 20 വരെ ഇതിനുള്ള സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്ക് കൂട്ടി അപേക്ഷ കൊടുക്കേണ്ടതില്ല. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ട്രാൻസ്ഫർ ഓപ്ഷൻ വെക്കണോ അതൊക്കെ ആലോചിച്ച ശേഷം മാത്രം ഓപ്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.